നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഗ്യാനേഷ് കുമാറിന്. പക്ഷേ ഇത് കോൺഗ്രസ്സിന് അത്ര കണ്ട് ബോധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വസ്തനാണ് ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി, അതായത് നമ്മുടെ CEC നിയമിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തെ കോൺഗ്രസ് ശക്തിയായി എതിർക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥൻ്റെ പേര് ശുപാർശ ചെയ്ത പാനലിൻ്റെ ഘടനയെക്കുറിച്ച് സുപ്രീം കോടതിയുടെ സൂക്ഷ്മ പരിശോധന മറികടക്കാൻ BJP നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. തിടുക്കത്തിലെടുത്ത തീരുമാനം എന്നാണ് ഈ വിജ്ഞാപനത്തെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയത്. ഇത് ഭരണഘടനയുടെ ആത്മാവിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. ഏതായാലും ഗ്യാനേഷ് കുമാർ മലയാളികൾക്കൊക്കെ സുപരിചിതനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര സർക്കാരിന് വളരെ വേണ്ടപ്പെട്ടയാളാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. കാൺപൂർ IITയിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech നേടിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന രാജീവ് കുമാറിന് പകരക്കാരനായാണ് അദ്ദേഹം എത്തുന്നത്. IASൽ നിന്ന് വിരമിച്ച് 2 മാസത്തിന് ശേഷം, അതായത് 2024 മാർച്ച് 14 ഗ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹം ചുമതലയേറ്റതിൻ്റെ പിറ്റേ ദിവസം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ഭംഗിയായി നടക്കുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിലുള്ള ഗ്യാനേഷ് കുമാറിൻ്റെ ചുമതല 2029 ജനുവരി 26 വരെയാണ്. ഇതിനിടയിൽ 20 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ ഈ സുപ്രധാന തെരഞ്ഞെടുപ്പുകളെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഗ്യാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഇനി തെരഞ്ഞെടുപ്പുകളുടെ ഒരു നീണ്ട നിരയാണ് നടക്കാൻ പോകുന്നത്. 1998 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ്. 2024 ജനുവരിയിൽ വിരമിക്കുമ്പോൾ അദ്ദേഹം സഹകരണ മന്ത്രാലയത്തിലെ സെക്രട്ടറിയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൽ പാർലമെൻ്ററി കാര്യ സെക്രട്ടറിയായും, അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറിയായും, അഡീഷണൽ സെക്രട്ടറിയായും, പ്രതിരോധ മന്ത്രാലയത്തിൽ ജോയിൻറ്റ് സെക്രട്ടറിയുമായും ഒക്കെ അദ്ദേഹം അങ്ങനെ പല തലങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പ്, ധനകാര്യം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പൊതുഭരണത്തിൽ അദ്ദേഹത്തിന് വൈവിധ്യമാർന്ന ഒരു കരിയർ തന്നെയുണ്ട്. എറണാകുളം ജില്ലാ കലക്ടർ, കൊച്ചി മുനിസിപ്പൽ കമ്മീഷണർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, അങ്ങനെ വിവിധ പദവികളിൽ അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ്, അതുപോലെ ഭക്ഷ്യ വിതരണം, അതുപോലെ ഗതാഗത വകുപ്പ് തുടങ്ങിയ മേഖലകളിലൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2012 മുതൽ 2016 വരെയുള്ള കാലയളവിൽ അദ്ദേഹം ഡൽഹിയിൽ നമ്മുടെ കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചു. 2018 മുതൽ 2021 വരെ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. രാം ജന്മഭൂമി ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് സ്ഥാപിക്കുന്നതിലൊക്കെ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് പഠിച്ചു. ഹാർവർഡ് സർവകലാശാലയിൽ പോയി എൻവയോൺമെൻറ്റൽ എക്കണോമിക്സിനെ കുറിച്ച് പഠിച്ചു. വൈവിധ്യമാർന്ന ഒരു അക്കാദമിക് പരിചയം അദ്ദേഹത്തിനുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. സാങ്കേതിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ ഒക്കെ അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും മികവുറ്റ രീതിയിൽ നടത്തുക എന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് വരികയാണ്. പക്ഷേ പ്രതിപക്ഷം ഒരുപക്ഷെ അദ്ദേഹത്തെ അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. തിടുക്കപ്പെട്ട തീരുമാനം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴേ വന്നു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് നേരത്തെ ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗ്യാനേഷ് കുമാറിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. തൻ്റെ കഴിവും ഇതുവരെയുള്ള അനുഭവ സമ്പത്തും അദ്ദേഹം ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ ഏറ്റവും മികവുറ്റതും ശക്തവുമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും എന്നാണ് ഇന്ത്യ പ്രത്യാശിക്കുന്നത്.